പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ത്രിയേക ദൈവമേ, അവിടുത്തെ മക്കളായ ഞങ്ങളെ അവിടത്തോട് ചേർത്ത് പിടിച്ചിരിക്കുന്ന ഈ സ്വർഗീയമായ നിമിഷങ്ങളെ ഓർത്ത് ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. അവിടുത്തെ സ്നേഹത്തിൻ്റെ പാരമ്യമായ വിശുദ്ധ കുർബാനയുടെ തിരുനാളിന് ഒരുക്കമായിട്ടുള്ള ഈ പുണ്യദിനങ്ങളെ ഓർത്ത് ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. തിരുവചനങ്ങളിലൂടെ ആ സ്നേഹത്തിൻ്റെ ആഴങ്ങളിലേക്ക് ഞങ്ങളെ നയിക്കുന്ന നല്ല ദൈവമേ, നന്ദിയോടെ അങ്ങയുടെ കരങ്ങളിലേക്ക് ഞങ്ങൾ തന്നെ ഭരമേൽപ്പിക്കുമ്പോൾ ഞങ്ങൾക്ക് വേണ്ട തിരുവചനങ്ങൾ അങ്ങ് ഞങ്ങൾക്ക് നൽകണമേ. ദൈവിക ജ്ഞാനത്താൽ ഞങ്ങളെ നിറയ്ക്കണമേ, ഞങ്ങളെ ബലപ്പെടുത്തണമേ. ഈ 3 ദിവസങ്ങൾ ഈ വചന ശുശ്രൂഷയിൽ ആരാധനയിൽ ഞങ്ങളായിരിക്കുമ്പോൾ ഞങ്ങൾക്ക് വേണ്ട കൃപാദാനങ്ങൾ നൽകി അനുഗ്രഹിക്കണമേ. ഈ മണിക്കൂറിനെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, അങ്ങയുടെ വലിയ ശക്തി ഞങ്ങളിൽ പ്രകടമാക്കണമേ. പരിശുദ്ധാത്മാവായ ദൈവമേ, അങ്ങ് ഞങ്ങളിൽ വന്ന് നിറഞ്ഞ് വചനത്തെ ഞങ്ങളിൽ മാംസം ധരിപ്പിച്ച് ദൈവത്തിൻ്റെ മനസ്സറിഞ്ഞ് ഞങ്ങളെ തന്നെ സമർപ്പിക്കുവാൻ അവിടുന്ന് ഞങ്ങളിലേക്ക് വന്ന് നിറയണമേ. ഞങ്ങളെ ഏറ്റെടുക്കണമേ, ഞങ്ങളെ നിയന്ത്രിക്കണമേ, ഞങ്ങളെ ബലപ്പെടുത്തണമേ. കർത്താവിൻ്റെ കാരുണ്യത്തിൻ്റെ വചനം ഞങ്ങളിൽ ഓരോരുത്തരിലും സംഭവിക്കുവാൻ ഇടയാക്കണമേ. പ്രിയപ്പെട്ട ദൈവമക്കളെ, പരിശുദ്ധാത്മാവിന് നമ്മെ ഓരോരുത്തരെയും സമർപ്പിച്ചുകൊണ്ട് ഈരടികളോട് ചേർന്ന് നമുക്ക് ചേർന്ന് പാടി പ്രാർത്ഥിക്കാം. ആത്മാവേ, പരിശുദ്ധാത്മാവേ, അടിയങ്ങൾ ഞങ്ങളിൽ നിറയണമേ എന്നുള്ള ഈരടികൾ കണ്ണുകളടച്ച് കരങ്ങൾ കൂപ്പി വലിയ ദാഹത്തോടെ നമുക്ക് ചേർന്ന് ഒരുമയോടെ പ്രാർത്ഥിക്കാം. പരിശുദ്ധ അമ്മയോടും സ്ലിഹന്മാരോടും ചേർന്ന് നമുക്ക് ഈ സമയം പ്രാർത്ഥിക്കാം. ആത്മാവേ, പരിശുദ്ധാത്മാവേ, അടിയങ്ങൾ ഞങ്ങളിൽ നിറയണമേ. ആത്മാവേ, പരിശുദ്ധാത്മാവേ, അടിയങ്ങൾ ഞങ്ങളിൽ നിറയണമേ. വലിയ ദാഹത്തോടെ പരിശുദ്ധാത്മാവേ ഞങ്ങളെ സമർപ്പിക്കുന്നു. പരിശുദ്ധ അമ്മേ, മാതാവേ, അമ്മ ഞങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കണമേ. സകല വിശുദ്ധരെ, മാലാഖമാരെ, നിങ്ങൾ ഞങ്ങൾക്ക് ചുറ്റും ഞങ്ങളുടെ കൂടെയും ഉണ്ടായിരിക്കണമേ. സംരക്ഷണം നൽകണമേ, മാധ്യസ്ഥം വഹിക്കണമേ. സ്വർഗത്തിൻ്റെ സംരക്ഷണത്തിൽ ഈ സമയം അനുഗ്രഹീതമായി തീരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ഈശോയിൽ ഏറ്റവും പ്രിയപ്പെട്ട ദൈവമക്കളെ, വിശുദ്ധ കുർബാനയുടെ തിരുനാളിനു വേണ്ടി നമ്മൾ ഈ ദിവസങ്ങൾ ഒരുങ്ങുകയാണ്, അതിനുവേണ്ടി പ്രാർത്ഥിക്കുകയാണ്. വിശുദ്ധ കുർബാന കൂദാശകളുടെ കൂദാശയാണ്, തിരുനാളുകളുടെ തിരുനാളാണ് ഈ വിശുദ്ധ കുർബാന അല്ലെങ്കിൽ വിശുദ്ധ കുർബാനയുടെ തിരുനാൾ. അതിനാൽ തന്നെ വലിയ സന്തോഷത്തോടു കൂടി നമുക്ക് ഈ പുണ്യ ദിവസങ്ങളിൽ കർത്താവിൻ്റെ കൂടെയായിരിക്കാം. ഈ ധ്യാനത്തിൻ്റെ ആദ്യത്തെ ഈ ദിവസത്തിൽ നമ്മളിന്ന് ധ്യാനിക്കുക വിശുദ്ധ കുർബാന എന്താണ്. ലോകത്തിൻ്റെ പാപങ്ങൾ നീക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാടിൻ്റെ പാപ പരിഹാര ബലിയാണ് വിശുദ്ധ കുർബാന. ദൈവത്തിൻ്റെ സ്നേഹത്തിൻ്റെ പാരമ്യം. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷത്തിൽ 3-ാം അധ്യായത്തിൻ്റെ 16-ാം തിരുവചനം നാം ഇങ്ങനെ വായിക്കുന്നു: അവനിൽ വിശ്വസിക്കുന്ന യാതൊരുവനും നശിച്ചു പോകാതെ രക്ഷ പ്രാപിക്കുന്നതിനു വേണ്ടി തൻ്റെ ഏകജാതനെ നൽകാൻ തക്കവിധം ദൈവം ലോകത്തെ അത്രമാത്രം സ്നേഹിച്ചു. വിശുദ്ധ കുർബാന ദൈവത്തിൻ്റെ സ്നേഹത്തിൻ്റെ പാരമ്യമാണ്. ലോകത്തിൻ്റെ പാപങ്ങൾ നീക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാടായ ഈശോ നമ്മുടെ പാപങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് നമ്മെ രക്ഷിക്കുവാൻ വേണ്ടി, നമ്മളാരും നശിച്ചു പോകാതിരിക്കാൻ വേണ്ടി തന്നെ നൽകിയതാണ് വിശുദ്ധ കുർബാന. ഇന്ന് നമ്മൾ ചിന്തിക്കുന്ന വിഷയം പഴയ നിയമത്തിലെ ബലിയുടെ പൂർത്തീകരണമാണ് പുതിയ നിയമത്തിലെ യേശുവിൻ്റെ കുരിശിലെ ബലി. പഴയ നിയമത്തിലെ ബലി 2 ബലികളാണ് നമ്മൾ ഇന്ന് പ്രത്യേകം എടുക്കുക. ഒന്ന്, പുറപ്പാട് പുസ്തകത്തിൽ 12-ാം അധ്യായത്തിൽ പെസഹ ആചരിക്കാൻ പറഞ്ഞിട്ട് കുഞ്ഞാടിനെ ബലിയർപ്പിച്ച് പ്രാർത്ഥിക്കാൻ, ആ ബലിയുടെ ശക്തി സ്വന്തമാക്കാൻ, ആ ബലിയിലൂടെ ചിന്തപ്പെട്ട രക്തത്താൽ മുദ്രിതമാക്കപ്പെട്ട അവസ്ഥയിൽ നിന്ന് രക്ഷ കൈവരിക്കുവാൻ പറഞ്ഞുകൊണ്ട് ദൈവമായ കർത്താവ് തൻ്റെ മക്കളെ ഒരുക്കുന്നുണ്ട്, വലിയ വിമോചനത്തിലേക്ക് നയിക്കുന്നുണ്ട്. ഒന്ന്. രണ്ടാമത്തെ കാര്യം, ലേവ്യരുടെ പുസ്തകത്തിൽ 4-ാം അധ്യായത്തിൽ പാപപരിഹാര ബലികളെ കുറിച്ച് പറയുന്നുണ്ട്. ആ ബലിയുടെ പൂർത്തീകരണമാണ് യേശുവിൻ്റെ ബലി. ഈ 2 ബലിയർപ്പണത്തിൻ്റെയും മേഖലകളിൽ
നമ്മൾ ഇന്ന് വിശുദ്ധ കുർബാനയ്ക്ക് ഒരുക്കമായുള്ള ഈ ധ്യാനത്തിൻ്റെ ആദ്യ ദിവസം ധ്യാനിക്കുകയാണ്. അതായത് സ്നാപക യോഹന്നാൻ ഈശോയെ പരിചയപ്പെടുത്തിക്കൊണ്ട് പറയുന്നുണ്ട്. യോഹന്നാന്റെ സുവിശേഷത്തിൽ 1-ാം അധ്യായത്തിന് 29-ാമത്തെ വചനത്തിൽ പറയാ, ഇതാ ലോകത്തിൻ്റെ പാപങ്ങൾ നീക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാട്. യേശു ക്രിസ്തു കുഞ്ഞാടാണ്. ഈ കുഞ്ഞാടുമായിട്ട് ബന്ധപ്പെട്ട് രക്തം ചിന്തി ബലിയർപ്പിക്കപ്പെടുന്ന ഒരു രക്ഷ ദൈവമായ കർത്താവ് തൻ്റെ മക്കൾക്ക് നൽകിയാണ്. നമുക്ക് പുറപ്പാടിൻ്റെ പുസ്തകത്തിലേക്ക് വരാം. അവിടെ പശ്ചാത്തലവും സംഭവമൊക്കെ നമുക്കറിയാം. ഈജിപ്തിൻ്റെ അടിമത്തത്തിൽ ആകപ്പാടെ നരകിച്ച് നിരാശയുടെ പടുകുഴിയിൽ കിടക്കുന്ന തൻ്റെ മക്കളെ മോചിപ്പിക്കാൻ വേണ്ടി ദൈവം തീരുമാനമായപ്പോൾ അതിനുവേണ്ടി ദൈവം തിരഞ്ഞെടുത്ത ഒരു വഴിയാണ് പെസഹ ആചരിക്കുക, പെസഹ കുഞ്ഞാടിനെ കൊല്ലുക. അതിൻ്റെ രക്തമെടുത്ത് വാതിൽപ്പടിയുടെ കട്ടിലപ്പടിയുടെ മേൽവശത്തും ഇരുവശങ്ങളിലും തളിക്കുക. കുഞ്ഞാടിൻ്റെ രക്തത്താൽ മുദ്രിതമാക്കപ്പെടുന്ന കുടുംബങ്ങളെ സംഹാര താണ്ഡവമാടുന്ന ദൂതൻ്റെ സംഹാരത്തിന് രക്ഷിക്കുവാൻ ദൈവം തീരുമാനമായി. അടിമത്തത്തിൽ നിന്ന്, ബന്ധനത്തിൽ നിന്ന്, കെട്ടപ്പെട്ട അവസ്ഥയിൽ നിന്ന് തൻ്റെ മക്കളെ മോചിപ്പിക്കുവാൻ ദൈവം തിരുമനസ്സായ രക്ഷാകരമായ വഴിയാണ് പെസഹ ആചരിച്ചുകൊണ്ട് കുഞ്ഞാടിൻ്റെ രക്തം കൊണ്ട് മുദ്രിതമാക്കപ്പെട്ട് സംഹാരത്താണ്ഡവമാടുന്ന ദൂതൻ്റെ സംഹാരത്തിന് രക്ഷിക്കുന്ന രക്ഷാകര പദ്ധതി. നമുക്കറിയാം, ഈ ബലി, ഈ രക്തം ചിന്തിയുള്ള ബലി യേശുവിൽ പൂർത്തീകരിക്കപ്പെടുന്നുണ്ട്. 1-2 ബന്ധങ്ങൾ നമുക്കൊന്ന് നോക്കാം. അതായത് ദൈവമായ കർത്താവ് മോശയോട് പറഞ്ഞു, ആദ്യ മാസത്തിൻ്റെ 14-ാമത്തെ ദിവസം നീ കുഞ്ഞാടിനെ ബലിയർപ്പിക്കണം. മാസത്തിൻ്റെ 14-ാമത്തെ ദിവസം, ആദ്യത്തെ മാസം. യേശുവിൻ്റെ ബലിയെക്കുറിച്ച് പറയുമ്പോൾ നമ്മൾ കാണുന്നുണ്ട്, യഹൂദന്മാരുടെ ആരാധനാക്രമ വത്സരത്തിലെ ആദ്യത്തെ മാസമാണ് അബീബ് മാസം. അബീബ് മാസത്തിലെ 14-ാം തീയതി, അതായത് AD 33 ആദ്യ മാസമാകുന്ന അബീബ് മാസത്തിൻ്റെ 14-ാമത്തെ ദിവസമാണ് യേശു കുരിശിൽ തറയ്ക്കപ്പെടുക. എന്ന് പറഞ്ഞാൽ പെസഹ ആചരിക്കാൻ ദൈവം പറഞ്ഞു ആദ്യ മാസത്തിലെ 14-ാം ദിവസം. അതുപോലെ തന്നെ ഈ പെസഹ കുഞ്ഞാട് അർപ്പിക്കപ്പെടേണ്ട ദിവസത്തെക്കുറിച്ച് ദൈവം പറഞ്ഞത് അതേപടി അക്ഷരാർത്ഥത്തിൽ യേശുവിൽ അതേ ദിവസം അതേ സമയത്ത് പൂർത്തീകരിക്കപ്പെടുകയാണ്. വിശുദ്ധ മാർക്കോസിന്റെ സുവിശേഷത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്, അവിടെ 15-ാം അധ്യായത്തിൽ യേശുവിൻ്റെ കുരിശുമരണത്തെക്കുറിച്ച് അവിടെ ഇങ്ങനെയാ പറയാ, 3-ാം മണിക്കൂറിൽ ഈ യഹൂദ പാരമ്പര്യത്തിൽ കുഞ്ഞാടിനെ ബലിയർപ്പിക്കപ്പെടേണ്ട സമയത്തെക്കുറിച്ച് വ്യക്തമായിട്ട് പറയുന്നുണ്ട്. അതായത് 3-ാം മണിക്കൂർ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇവിടുത്തെ രാവിലത്തെ 9 മണി സമയം. 3-ാം മണിക്കൂറിൽ ഈ കുഞ്ഞാടിനെ ബന്ധിച്ച് ബലിപീഠത്തിൽ കിടത്തണം. അതിനുശേഷം വീണ്ടും ഒരു 6 മണിക്കൂർ സമയമുണ്ട്. ആ സമയത്ത് ഈ കുഞ്ഞാടിൻ്റെ മേല്, ലോകത്തിൻ്റെ പാപങ്ങൾ വഹിക്കുന്ന കുഞ്ഞാടിൻ്റെ മേല് പാപത്തെ ഏൽപ്പിച്ചു കൊടുക്കുന്ന ഒരു പ്രവൃത്തിയുണ്ട്. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഈ പാപപരിഹാര ബലി കുഞ്ഞാടിലൂടെ പൂർത്തീകരിക്കപ്പെട്ടത് യേശുവിലാണ് പൂർത്തീകരിക്കപ്പെടുക. അതുകൊണ്ട് തന്നെ ഈ പെസഹ കുഞ്ഞാടുമായിട്ട് ബന്ധപ്പെടുത്തിക്കൊണ്ട് തന്നെ നമ്മൾ ധ്യാനിക്കുമ്പോൾ വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷത്തിൽ 19-ാം അധ്യായത്തിൻ്റെ 36-ാമത്തെ വചനത്തിൽ പറയുന്നുണ്ട്, പെസഹ കുഞ്ഞാടുമായിട്ട് ബന്ധപ്പെട്ട് പറയാണ്, ഈ കുഞ്ഞാടിൻ്റെ അസ്ഥികൾ ഒന്നും തകർക്കരുത്, അസ്ഥികൾ ഒടിക്കരുത്, അസ്ഥികൾ ഒടിക്കപ്പെടാൻ പാടില്ല. അതോടൊപ്പം അതിനോടനുബന്ധിച്ച് തന്നെ ആ ബന്ധപ്പെടുത്തിക്കൊണ്ട് യേശു കുരിശിൽ മരിക്കുന്ന സമയത്ത് നമ്മൾ കാണുന്നുണ്ട്. അതായത് യേശു കുരിശിൽ മരിച്ചോ ഇല്ലയോ എന്നറിയാൻ വേണ്ടി പടയാളികൾ കടന്നു വരുന്നുണ്ട്. പിറ്റേ ദിവസം ശാബതമാണ്. അതുകൊണ്ട് തന്നെ ശവശരീരങ്ങൾ കുരിശിൽ കിടക്കാൻ പാടില്ല. അതുകൊണ്ട് അവർ മരിച്ചോ എന്ന് ഉറപ്പുവരുത്താൻ വേണ്ടി കടന്നു വരുമ്പോൾ 2 കള്ളന്മാരും മരിച്ചിട്ടില്ല. അവരുടെ മുട്ടുകാലുകൾ അവർ തകർക്കുന്നുണ്ട്. എന്നാൽ യേശു അതിനോടകം മരിച്ചിരുന്നു. അതുകൊണ്ട് അവൻ്റെ അസ്ഥികൾ തകർക്കപ്പെട്ടില്ല. പുറപ്പാടിന്റെ പുസ്തകത്തിൽ 12-ാം അധ്യായത്തിൻ്റെ 46-ാമത്തെ വചനത്തിൽ പറയാ, കുഞ്ഞാടിൻ്റെ അസ്ഥികൾ തകർക്കപ്പെടാൻ പാടില്ല. അതുപോലെ യേശുവാകുന്ന കുഞ്ഞാടിൻ്റെ അസ്ഥികൾ തകർക്കപ്പെടാൻ പാടില്ല. അതുകൊണ്ട് ഇതാ അതേ സംഭവം തന്നെ യേശുവിലും പൂർത്തീകരിക്കപ്പെടുകയാണ്. എൻ്റെ പ്രിയപ്പെട്ടവരെ, സങ്കീർത്തനങ്ങളിൽ 34-ാം അധ്യായത്തിൻ്റെ 20-ാമത്തെ വചനത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നുണ്ട്, എൻ്റെ നീതിമാന്റെ അസ്ഥികൾ ഒന്നും തകർക്കപ്പെടുകയില്ല, അവൻ്റെ അസ്ഥികളെ കർത്താവ് കാത്തു സൂക്ഷിക്കും. അച്ഛൻ ഇതൊക്കെ പറയുക
പഴയ നിയമത്തിൽ അർപ്പിക്കപ്പെട്ട അറക്കപ്പെട്ട കുഞ്ഞാടുമായിട്ട് ബന്ധപ്പെടുത്തിക്കൊണ്ട് യേശുവിൻ്റെ ബലി, യേശുവിൻ്റെ ചിന്തിയുള്ള ബലി ഇതാ പൂർത്തീകരിക്കപ്പെടുകയാണ്. കാരണം ഹെബ്രായർക്ക് എഴുതപ്പെട്ട ലേഖനം 10-ാം അധ്യായത്തിൻ്റെ 1-ാമത്തെ വചനം നാം ഇങ്ങനെ വായിക്കുന്നു: നിയമം വരാനിരിക്കുന്ന നന്മകളുടെ നിഴൽ മാത്രമാണ്, അവയുടെ തനി രൂപമല്ല. അതിനാൽ ആണ്ടുതോറും ഒരേ ബലി തന്നെ അർപ്പിക്കപ്പെടുന്നെങ്കിലും അവയിൽ സംബന്ധിക്കുന്നവരെ പൂർണ്ണരാക്കാൻ അവയ്ക്ക് ഒരിക്കലും സാധ്യമല്ല. നിയമം. ഇനി ചിലപ്പോഴെങ്കിലും നമ്മളൊക്കെ ചിന്തിക്കും, എന്തിനാ ഈ രക്തം ചിന്തി ബലിയർപ്പിക്കണേ? കഴിഞ്ഞ ദിവസം ഈ രക്തം ചിന്തിയുള്ള ബലിയർപ്പണത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ ഒരു മകൻ അച്ഛനോട് മെസ്സേജ് വിട്ട് ചോദിച്ചു, നമ്മുടെ ദൈവം എന്താ ക്രൂരനാണോ? ഈ രക്തം ചിന്തി രക്തം കുടിയനാണോ? രക്തം ചിന്തി ബലിയർപ്പിക്കണമെന്ന് എന്തിനാ ദൈവം പറയുന്നത്? പ്രിയപ്പെട്ടവരെ, രക്തം ചിന്താതെ പാപപരിഹാരമില്ലെന്ന് അത് നിയമമാണ്. അത് നിയമമാണ്. അത് ദൈവം സംസ്ഥാപിച്ച നിയമം. എന്തിനാ? മനുഷ്യൻ്റെ പാപം, അവൻ്റെ അകൃത്യം, അവൻ്റെ തിന്മ. അതുകൊണ്ടാണ് അടിമത്തം വന്നത്, അതുകൊണ്ടാണ് പൈശാചിക പീഡകൾ വന്നത്. അതിൽ നിന്ന് പാപത്തെ നീക്കണമെങ്കിൽ വേദനയിലൂടെ, സഹനത്തിലൂടെ, അതിന് വില കൊടുത്ത് രക്തം ചിന്തി പരിഹാരം ചെയ്യണം എന്നുള്ളത് ദൈവത്തിൻ്റെ നിയമമാണ്. എന്നാൽ ഒരു കാര്യം ചിന്തിക്കണം, പഴയ നിയമത്തിലെ ബലി അത് ഒരു പ്രതീകാത്മകമാണ്, നിഴലാണ്. ആടുകളെയും കാളകളെയും അറുത്ത് അതിന് രക്തം ചിന്തി അർപ്പിക്കപ്പെടുന്ന ബലി അതിൽ തന്നെ പൂർണ്ണമല്ല, അത് തനി രൂപമല്ല. പിന്നെയോ നിഴലാണെന്ന് വചനം പറയാം. നിഴൽ മാത്രമാണ്, അത് തനി രൂപമല്ല. എന്നാൽ അതിൻ്റെ പൂർണ്ണത എവിടെയാണ് പ്രിയപ്പെട്ട മക്കളെ? യേശുവിൽ പൂർത്തീകരിക്കപ്പെടുന്ന ബലി. ലേവ്യരുടെ പുസ്തകത്തിൽ 4-ാം അധ്യായത്തിൽ പാപപരിഹാര ബലി എന്നുള്ള ഹെഡിങ്ങിൽ ഒരു നീണ്ട പാപപരിഹാര ബലിയെക്കുറിച്ച് ദൈവമായ കർത്താവ് തൻ്റെ മക്കളോട് പറയുന്നുണ്ട്. അതൊക്കെയും രക്തം ചിന്തിയുള്ള ബലിയർപ്പണമാണ്. അത് ദൈവത്തിൻ്റെ നിയമമാണ്. പ്രിയപ്പെട്ടവരെ, ആ നിയമം ശ്രദ്ധിക്കുക. യേശുവിൽ പൂർത്തീകരിക്കപ്പെടേണ്ട അതിദാരുണമായ പീഡാസഹനങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് മുറിവേറ്റ് തകർക്കപ്പെട്ട് അവസാനത്തുള്ളി രക്തവും ചിന്തി നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി സഹനങ്ങൾ ഏറ്റെടുത്ത് പരിഹാരം ചെയ്യുന്ന യേശുവിൻ്റെ ബലിയുടെ പ്രതിരൂപമാണ്. അത് തനിരൂപമല്ല, പ്രതിരൂപമാണ്, നിഴലാണ്. അതുകൊണ്ട് ഇവിടെ നമ്മൾ കാണുകയാണ്. ഇന്ന് നിങ്ങൾ ആ വചനഭാഗം വായിക്കണം. ലേവ്യരുടെ പുസ്തകം 4-ാം അധ്യായം. ഇവിടെ ആദ്യം പറയാണ്, ഒരു പുരോഹിതൻ പാപം ചെയ്താൽ അവൻ ഒരു ബലിമൃഗത്തെ കൊണ്ടുവരണം. എന്നിട്ട് അവൻ ആ ബലിമൃഗത്തിൻ്റെ മേൽ കൈകൾ വയ്ക്കണം. എന്നിട്ട് അവൻ്റെ പാപങ്ങളെ ആ ബലിമൃഗത്തിലേക്ക് ആവാഹിക്കണം. ഒരു രാജാവ് പാപം ചെയ്താൽ അവൻ ദേവാലയത്തിൽ ബലിപീഠത്തിങ്കിലേക്ക് ഒരു മൃഗത്തെ കൊണ്ടുവരണം. എന്നിട്ട് അവൻ ആ ബലിമൃഗത്തിൻ്റെ മേൽ കൈകൾ വയ്ക്കണം. എന്നിട്ട് അവൻ ചെയ്ത പാപങ്ങളെ ആ ബലിമൃഗത്തിലേക്ക് ആവാഹിക്കണം. ഒരു മകൻ പാപം ചെയ്താൽ ഒരു മകൾ പാപം ചെയ്താൽ അവൾ ഈ കുഞ്ഞാടിനെ ബലിമൃഗത്തെ കൊണ്ടുവന്നിട്ട് ആ ബലിമൃഗത്തിൻ്റെ ശിരസിൽ കരങ്ങൾ വച്ചിട്ട് അവൻ്റെ പാപങ്ങളെ ആ ബലിമൃഗത്തിലേക്ക് ആവാഹിപ്പിക്കണം. ഇനി ഒരു ജനം പാപം ചെയ്താൽ അതിനും അവിടെ ബലിയർപ്പണത്തെ കുറിച്ച് പറയുക. സമൂഹ നേതാക്കന്മാർ, ഈ സമൂഹത്തിൻ്റെ ജനനേതാക്കന്മാർ ഒരുമിച്ച് ചേർന്നിട്ട് ആ ബലിമൃഗത്തിൻ്റെ മേൽ ഒരുമിച്ച് ജനങ്ങളുടെ പാപങ്ങൾക്ക് വേണ്ടി പരിഹാര ബലിയായിട്ട് ജനങ്ങളുടെ പാപത്തെ മുഴുവൻ ഈ ബലിമൃഗത്തിലേക്ക് ആവാഹിപ്പിച്ചിട്ട് ആ ബലിമൃഗത്തെ കൊല്ലണം. ആ ബലിമൃഗത്തിൻ്റെ രക്തത്തിൻ്റെ യോഗ്യതയാൽ ആ രാജാവിൻ്റെ പാപത്തിന്, പുരോഹിതൻ്റെ പാപത്തിന്, ഒരു വ്യക്തിയുടെ പാപത്തിന്, ഒരു ജനത്തിൻ്റെ പാപത്തിന് ദൈവമായ കർത്താവിൻ്റെ സന്നിധിയിൽ പരിഹാര ബലി അർപ്പിക്കപ്പെടുന്നു. ഇതുപോലെ പ്രിയപ്പെട്ട ദൈവമക്കളെ, യേശു വന്നത് ലോകത്തിൻ്റെ പാപങ്ങൾ നീക്കാനാണ്. പിതാവായ ദൈവം പരമപരിശുദ്ധനായ തൻ്റെ പ്രിയ മകനെ ഈ ലോകത്തിലേക്ക് അയച്ചു. നമ്മൾ വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുമ്പോൾ, വിശുദ്ധ കുർബാനയിൽ നമ്മൾ ആയിരിക്കുമ്പോൾ, വിശുദ്ധ കുർബാന സ്വീകരിക്കുമ്പോൾ പ്രിയപ്പെട്ട മക്കളെ, നമ്മൾ അറിയേണ്ട വലിയ കാര്യമുണ്ട്. തൻ്റെ പ്രിയപ്പെട്ട മകനെ, ചങ്കിൻ്റെ ചങ്കായ മകനെ, തൻ്റെ ഏകപുത്രനെ, ഏകജാതനെ പിതാവായ ദൈവം ഈ ലോകത്തിലേക്ക് അയച്ചത് എന്തിനെന്നറിയോ? നിയമമുണ്ട്. എന്താണ്? പാപം ഇല്ലാത്തവനെ പാപം ഏറ്റെടുക്കാൻ കഴിയൂ. ഉള്ളവന് പാപം ഏറ്റെടുക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് പാപമില്ലാത്ത ഒരുവൻ മാത്രമേ ഉള്ളൂ, യേശു ക്രിസ്തു. എന്തുകൊണ്ടാണ് പ്രിയപ്പെട്ട മക്കളെ? യേശു ക്രിസ്തു ഏകരക്ഷകൻ.
മനുഷ്യൻ്റെ നാശത്തിൻ്റെ കാരണം, മനുഷ്യൻ്റെ തകർച്ചയുടെ കാരണം, അവൻ്റെ കുടുംബത്തിൻ്റെ തകർച്ചയുടെ കാരണം, ലോകത്തിൻ്റെ നാശത്തിൻ്റെ കാരണം, മണ്ണ് ശപിക്കപ്പെടാനുള്ള കാരണം, സാത്താന് അവകാശം കിട്ടാനുള്ള കാരണം മനുഷ്യൻ്റെ പാപമാണ്. അതുകൊണ്ട് ആ പാപത്തെ നീക്കണമെങ്കിൽ ഈ ലോകത്തിന് ഒരുവന് കഴിയത്തില്ല. കാരണം മനുഷ്യരെല്ലാവരും പാപികളാണ്. പാപത്തിൻ്റെ സ്വാധീനമുള്ളവനും പാപികളായ ആർക്കും പാപമേറ്റെടുക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് പരമപരിശുദ്ധനായ പാപമില്ലാത്തവനായ യേശു ക്രിസ്തു മനുഷ്യനായിട്ട് അവതരിച്ചേ പറ്റൂ. അതുകൊണ്ടാണ് മനുഷ്യാവതാരത്തിൻ്റെ ആവശ്യകത. ഈ ഏകജാതനെ പിതാവായ ദൈവം നമുക്ക് വേണ്ടി അയച്ചു. ഇനി യേശു ചെയ്ത പ്രവൃത്തിയാണ് പ്രിയപ്പെട്ട മക്കളെ. അവൻ 1 പത്രോസ് 2:24 അവൻ നമ്മുടെ പാപങ്ങൾ സ്വന്തം ശരീരത്തിൽ വഹിച്ചു. എപ്പോൾ? അതിനെക്കുറിച്ച് ഇങ്ങനെ പറയാം, പിതാവായ ദൈവം തൻ്റെ പ്രിയപ്പെട്ട മക്കളുടെ സകല പാപങ്ങളും കുരിശിൽ തറയ്ക്കപ്പെട്ട്, അതായത് 3-ാം മണിക്കൂറിൽ രാവിലെ 9 മണി സമയത്ത് ഈ കുഞ്ഞാടിനെ ബന്ധിച്ച് ബലിപീഠത്തിൽ കെട്ടി ഇട്ടതിന് ശേഷമാണ് ഈ കരങ്ങൾ വെച്ച് പാപങ്ങളെ ആവാഹിപ്പിക്കുക. അങ്ങനെ 6 മണിക്കൂറോളം ഈ കുഞ്ഞാടിനെ ബന്ധിച്ചിടും. മർക്കോസിന്റെ സുവിശേഷത്തിൽ നാം വായിക്കുന്നുണ്ട്, 15-ാം അധ്യായത്തിൽ വായിക്കുന്നുണ്ട്, 6-ാം മണിക്കൂർ മുതൽ 9-ാം മണിക്കൂർ വരെ ഭൂമിയിൽ അന്ധകാരമായിരുന്നു. ശ്രദ്ധിച്ചേ, 6-ാം മണിക്കൂർ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇവിടുത്തെ 12 മണി സമയം. ഇനി 9-ാം മണിക്കൂർ 3 മണി സമയം. യേശു കുരിശിൽ 6 മണിക്കൂർ തൂക്കപ്പെട്ട് കിടന്നു. 9-ാം മണിക്കൂർ 3 മണി സമയത്താണ് യേശു മരിക്കുന്നത്. അതാണ് കരുണയുടെ മണിക്കൂർ. പ്രിയപ്പെട്ടവരെ, ഈ 6 മണിക്കൂർ ഈ കുഞ്ഞാട് കുരിശിൽ കെട്ടപ്പെട്ട് ബന്ധിക്കപ്പെട്ട് മുറിവേൽപ്പിക്കപ്പെട്ട് രക്തം വാർന്നൊഴുങ്ങി കിടക്കുന്ന സമയത്ത് പിതാവായ ദൈവം ചെയ്ത പ്രവൃത്തി ഇങ്ങനെയാ പറയുന്നത്. ആ യേശുവിൻ്റെ ശിരസിലേക്ക് കരങ്ങൾ വച്ചിട്ട് പരമപരിശുദ്ധനായ ദൈവം ഈ ലോകത്തിലെ ഏറ്റവും വലിയ ബലിയർപ്പണമായ പരമയാഗമായ യേശുവിൻ്റെ കുരിശിലെ ബലിയിൽ കുരിശിൽ തറയ്ക്കപ്പെട്ട് കിടക്കുന്ന തൻ്റെ പ്രിയപ്പെട്ട മകൻ്റെ മേൽ കൈകൾ വച്ചിട്ട് പിതാവായ ദൈവം മാനവകുലത്തിൻ്റെ സകല പാപങ്ങളും അവനിൽ ആവാഹിപ്പിച്ച്. പഴയ നിയമത്തിൽ പുരോഹിതന്മാർ അല്ലെങ്കിൽ പാപം ചെയ്ത സമൂഹത്തിന് വേണ്ടി നേതാക്കന്മാർ ആ കുഞ്ഞാടിൻ്റെ ശിരസിൽ കരങ്ങൾ വെച്ച് പാപങ്ങളെ ആവാഹിപ്പിച്ച് ആ കുഞ്ഞാടിനെ അല്ലെങ്കിൽ ബലിമൃഗത്തെ കൊന്ന പോലെ രക്തം ചിന്തി ബലിയർപ്പിച്ചതുപോലെ പിതാവായ ദൈവം പ്രിയപ്പെട്ട എൻ്റെ ദൈവമക്കളെ നമ്മുടെ പാപങ്ങൾ അവൻ്റെ മേൽ ആവാഹിപ്പിച്ചു. എന്നിട്ട് നമ്മുടെ പാപങ്ങൾക്ക് പരിഹാരമായിട്ട് അവനെ കൊന്നു. അവൻ്റെ രക്തം നമുക്ക് പാപപരിഹാരമായിട്ട് മാറുകയാണ്. ഈ ബലിയാണ് വിശുദ്ധ കുർബാന. ഈ ബലിയാണ് പ്രിയപ്പെട്ട മക്കളെ ദൈവത്തിൻ്റെ സ്നേഹത്തിൻ്റെ പാരമ്യം. ഈ ബലിയിലൂടെ പൂർത്തീകരിക്കപ്പെടുന്നതാണ് മാനവരക്ഷ. അതുകൊണ്ട് മനുഷ്യന് രക്ഷ പ്രാപിക്കാൻ ഒറ്റ വഴിയുള്ളൂ, അതാണ് വിശുദ്ധ കുർബാന. കർത്താവിൻ്റെ സ്നേഹത്തിൻ്റെ പാരമ്യത്തിൻ്റെ രക്തം ചിന്തിയുള്ള ബലി, തൻ്റെ ജീവൻ ബലിയർപ്പിച്ചുള്ള ബലി. അതുകൊണ്ട് പ്രിയപ്പെട്ട ദൈവമക്കളെ, വിശുദ്ധ കുർബാന കൂദാശകളുടെ കൂദാശയാണ്, തിരുനാളുകളുടെ വലിയ തിരുനാളാണ്, ഏറ്റവും വലിയ തിരുനാളാണ്. കാരണം ബലിയിലാണ് മനുഷ്യൻ്റെ രക്ഷ സാധ്യതമായത്, മനുഷ്യൻ്റെ രക്ഷ പൂർത്തീകരിക്കപ്പെട്ടത്. ഇനി മറ്റൊരു ചരിത്രം കൂടി പറയാറുണ്ട്. അതായത് യഹൂദ ജനത്തിന് ജെറൂസലേമിൽ ഇതുപോലെ പാപപരിഹാര ബലിയർപ്പിക്കാൻ വേണ്ടി കുഞ്ഞാടുകളെ പോറ്റി വളർത്തി വലുതാക്കിയത് ബെത്ലഹേമിലാണ്. ബെത്ലഹേമിലെ കാലിത്തൊഴുത്തുകളും ബെത്ലഹേമിലെ പുൽത്തൊട്ടി, ഒത്തിരിയേറെ പുല്ലുള്ള മേച്ചിൽ സ്ഥലമുള്ള ഇടമാണ് ബെത്ലഹേം. ആ ബെത്ലഹേമിലാണ് ഈ ബലിമൃഗങ്ങളായ ആടുകളെ വളർത്തിയിരുന്നത്. ഇനി ശ്രദ്ധിച്ചേ, യേശു എവിടെ ജനിച്ചേ? യേശുവിൻ്റെ ജനനത്തെക്കുറിച്ച് പറയാം. നമുക്കറിയാം, ബെത്ലഹേമിലെ കാലിത്തൊഴുത്തിൽ ഒരു ആട്, ഒരു മൃഗം ജനിച്ചു പിറന്നു വീഴുന്ന അത് വസിക്കുന്ന കാലിത്തൊഴുത്തില ഈശോ ജനിച്ച്. എന്തുകൊണ്ടാ? അവൻ ബലിമൃഗമാണ്, അവൻ അർപ്പിക്കപ്പെടാനിരിക്കുന്ന കുഞ്ഞാടാണ്. അതുകൊണ്ട് ബലിമൃഗങ്ങളെ വളർത്തുന്ന ബെത്ലഹേമിൽ, അതും കാലിത്തൊഴുത്തിൽ അവൻ ജനിക്കാനിടയായി. അതുകൊണ്ടാ ആട്ടിടയന്മാരോട് മാലാഖമാര് പറയുന്നത്, ഇതാ സകല ജനപദങ്ങൾക്ക് വേണ്ടിയുള്ള രക്ഷയുടെ സദ്വാർത്ത ഞാൻ നിങ്ങളെ അറിയിക്കുന്നു. ഇതാ നിങ്ങൾക്ക് വേണ്ടി രക്ഷകൻ ജനിച്ചിരിക്കുന്നു. ആരാണ് രക്ഷകൻ? പാപം ഏറ്റെടുക്കുന്നവൻ, ശാപം നീക്കുന്നവൻ, മരണത്തെ പരാജയപ്പെടുത്തുന്നവൻ, സാത്താന്റെ
ആധിപത്യങ്ങളെ, പാപത്തിലൂടെ കിട്ടിയ അവകാശങ്ങളെ അവസാനിപ്പിക്കുന്നവനാണ് രക്ഷകൻ. അവൻ ജനിച്ചിരിക്കുന്നു എങ്ങനെ? ഒരാടിനെ പോലെ, ഒരു ബലിമൃഗമായിട്ട് കാലിത്തൊഴുത്തിൽ ജനിച്ച് പിള്ളത്തൊട്ടിയിൽ അവനെ കിടത്തിയിരിക്കുന്നു. എൻ്റെ പ്രിയപ്പെട്ട ദൈവമക്കളെ, ഈ കുഞ്ഞാടിൻ്റെ പാപപരിഹാര ബലിയാണ് വിശുദ്ധ കുർബാന. ഇന്ന് നമ്മുടെ പാപങ്ങൾ, നമ്മുടെ അകൃത്യങ്ങൾ, നമ്മുടെ തിന്മകൾ, നമ്മുടെ മ്ലേച്ഛതകൾ, അതിലൂടെ കടന്നുവന്ന അടിമത്തങ്ങൾ എല്ലാം ഏറ്റെടുക്കുന്ന യേശുവിനെ സ്വന്തമാക്കാൻ നമുക്ക് സാധിക്കണം. ഗലാത്യക്കാരുടെ ലേഖനത്തിൽ 3-ാം അധ്യായത്തിൻ്റെ 10-ാമത്തെ തിരുവചനം നാം വായിക്കുന്നുണ്ട്. നിയമഗ്രന്ഥത്തിൽ എഴുതപ്പെട്ടിരിക്കുന്നവ അനുസരിക്കാതെയും പാലിക്കാതെയും ഇരിക്കുന്നവൻ ശപിക്കപ്പെട്ടവനാണ്. 3:13 നാം വായിക്കാണ്. എന്നാൽ ക്രിസ്തു നമ്മെ പ്രതി ശപിക്കപ്പെട്ടവനായി തീർന്നുകൊണ്ട് നിയമത്തിൻ്റെ ശാപത്തിൽ നിന്ന് നമ്മെ രക്ഷിച്ചു. എന്തെന്നാൽ മരത്തിൽ തൂക്കപ്പെട്ടവൻ ശപിക്കപ്പെട്ടവനാണ്. ശപിക്കപ്പെട്ടവനെ പോലെ യേശു മരിച്ച മരണമാണ് മക്കളെ വിശുദ്ധ കുർബാന. ഇവിടെ നമുക്കെല്ലാം ഉണ്ട്. നമുക്ക് പാപമോചനമുണ്ട്, നമുക്ക് ശാപമോചനമുണ്ട്, നമുക്ക് വിടുതലുണ്ട്, നമുക്ക് ജീവനുണ്ട്. ഇനി വരുന്ന ഈ ദിവസങ്ങളിൽ നമ്മൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് നമ്മുടെ അനുദിന ജീവിതത്തിൽ ലോകത്തെ മുഴുവൻ സ്വാധീനിക്കുന്ന, മനുഷ്യകുലത്തെ മുഴുവൻ സ്വാധീനിക്കുന്ന, ശരീരങ്ങളെ സ്വാധീനിക്കുന്ന പല മേഖലകളിലേക്കും ഈ വിശുദ്ധ കുർബാനയുടെ ശക്തി ആവാഹിപ്പിച്ചുകൊണ്ട് നമ്മൾ ധ്യാനിക്കും, നമ്മൾ പ്രാർത്ഥിക്കും. എൻ്റെ പ്രിയപ്പെട്ട ദൈവമക്കളെ, ഈ സ്നേഹം നമ്മൾ അനുഭവിക്കണം. വിശുദ്ധ കുർബാന നമ്മൾ അനുഭവിക്കണം. വിശുദ്ധ കുർബാന നമ്മൾ സ്വന്തമാക്കണം. വിശുദ്ധ കുർബാന എന്തെന്ന് നാം അറിയണം. ആ വിശുദ്ധ കുർബാനയിലൂടെ ദൈവത്തിൻ്റെ സ്നേഹത്തിൻ്റെ നീളവും വീതിയും ആഴവും ഉയരവും നമ്മൾ ഗ്രഹിക്കണം, സ്വന്തമാക്കണം. ആ ബലി സ്വന്തമാക്കണം. അതുകൊണ്ടാണ് പുറപ്പാട് പുസ്തകത്തിൽ നമുക്കറിയാം, അവർക്ക് വേണമെങ്കിൽ ഒരു കുഞ്ഞാടിന് ഈ ബലിമൃഗത്തെ കൊണ്ടുവന്ന് ആ വീട്ടിൻ്റെ മുമ്പിൽ കെട്ടിയിടാമായിരുന്നു. പക്ഷെ കെട്ടിയിട്ട പോരാ, പിന്നെന്ത് ചെയ്യണം? ആ കുഞ്ഞാടിനെ കൊല്ലണം. പ്രിയപ്പെട്ട മക്കളെ, നീയും നിന്റെ കുടുംബവും നിന്റെ ജീവിതവും എൻ്റെ പൗരോഹിത്യവും എൻ്റെ ശുശ്രൂഷകളും എൻ്റെ ഈ ലോകത്തിലെ ദൗത്യവും രക്ഷാകരമാക്കി പൂർത്തീകരിക്കണമെങ്കിൽ എനിക്കൊറ്റ വഴിയുള്ളൂ. അത് കുഞ്ഞാടിനെ കൊല്ലണം, കുഞ്ഞാടിൻ്റെ രക്തത്തെ സ്വീകരിക്കണം, കുഞ്ഞാടിൻ്റെ ബലി സ്വന്തമാക്കണം. അല്ലാതെ രക്ഷയില്ല. അതുകൊണ്ട് വിശുദ്ധ കുർബാനയിൽ ഈ പെസഹ കുഞ്ഞാടിനെ കൊന്ന ഈ ബലിയിൽ, പെസഹ കുഞ്ഞാടിൻ്റെ രക്തം ചിന്തിയ ഈ ബലിയിൽ എൻ്റെ പ്രിയപ്പെട്ട മക്കളെ പങ്കെടുത്തുകൊണ്ട് അവൻ്റെ രക്തത്തെ സ്വീകരിച്ച് ആ രക്തത്താൽ മുദ്രിതമാക്കപ്പെടുന്ന വലിയ അഭിഷേകം നാം സ്വന്തമാക്കുമ്പോൾ നമുക്കും നമ്മുടെ കുടുംബത്തിനും ലോകം മുഴുവനും യഥാർത്ഥമായ രക്ഷയുണ്ട്. ഈ രക്ഷയിലേക്കാണ്, വിശുദ്ധ കുർബാനയിലേക്ക് കർത്താവ് നമ്മൾ വിളിക്കുമ്പോൾ ആനയിക്കാൻ ആഗ്രഹിക്കുക. അതുകൊണ്ട് പ്രിയപ്പെട്ട മക്കളെ, വിശുദ്ധ കുർബാന എന്തെന്ന് അറിയണം. ഈ വിശുദ്ധ കുർബാനയുടെ തിരുനാൾ പറയുമ്പോൾ തന്നെ ഭയങ്കര സന്തോഷമാണ്. വിശുദ്ധ കുർബാനയുടെ തിരുനാൾ എൻ്റെ പ്രിയപ്പെട്ട മക്കളെ വലിയ സന്തോഷത്തോടു കൂടി നമുക്ക് ആഘോഷിക്കാം. കാരണം ഇവിടെ നമുക്ക് വിശുദ്ധ കുർബാനയിൽ നമുക്കെല്ലാം ഉണ്ട്. നീ പാപിയാണോ? പാപമോചനം ഈ വിശുദ്ധ കുർബാനയിലുണ്ട്. നീ ഒത്തിരിയേറെ ശപിക്കപ്പെട്ടവനാണോ, ശപിക്കപ്പെട്ടവളാണോ? ഈ ശാപത്തിൽ നിന്ന് ഈ മോചനം നിനക്ക് ഈ ബലിയിൽ തന്നെ കർത്താവ് തരുന്നുണ്ട്. നീ രോഗിയാണോ? ഇവിടെ സൗഖ്യമുണ്ട്. നീ മുറിവേറ്റവനാണോ, മുറിവേറ്റവളാണോ? ഈ ബലിയിൽ നിനക്ക് സൗഖ്യമുണ്ട്. ആന്തരികമായിട്ട് ഒത്തിരി തകർന്നവനാണോ, മാനസികമായിട്ട് തകർന്നവനാണോ, തകർന്നവളാണോ? ഈ വിശുദ്ധ കുർബാനയിൽ എല്ലാം ഉണ്ട്. അച്ഛൻ എപ്പോഴും പറയും, വിശുദ്ധ കുരിശിൽ ഈ ബലിയിൽ തീരാത്ത ഒരു പ്രശ്നവും മാനവകുലത്തിലേ ഇല്ല. ശ്രദ്ധിച്ചേ, ഈ വിശുദ്ധ കുർബാനയിൽ തീരാത്ത ഒരു പ്രശ്നം ഇന്ന് ഈ ലോകത്തിലില്ലെന്ന് അവനിൽ വിശ്വസിക്കുന്ന യാതൊരുവനും നശിച്ചു പോകാതെ രക്ഷ പ്രാപിക്കാൻ വേണ്ടി തൻ്റെ ഏകജാതനെ തന്നു കഴിഞ്ഞ പിതാവായ ദൈവം, ആ ഏകജാതൻ നമുക്ക് രക്ഷയ്ക്ക് വേണ്ടി എന്തെല്ലാം ആവശ്യങ്ങളുണ്ടോ അതെല്ലാം കുരിശിൽ നിറവേറ്റി കഴിഞ്ഞു. ആ ബലി അതിലെല്ലാം ഉണ്ട്. എന്ത്? നശിച്ചു പോകാതെ രക്ഷ പ്രാപിക്കാൻ എന്തൊക്കെ നിനക്ക് വേണോ, എന്തൊക്കെ മാനവകുലത്തിന് വേണ്ടോ, എന്തൊക്കെ ലോകത്തിന് വേണോ അതെല്ലാം നിറവേറ്റി കഴിഞ്ഞു. ഇനി നാം ചെയ്യേണ്ടത് ആ ബലി സ്വന്തമാക്കണം. ആ ബലിയിലൂടെ നമ്മൾ രക്ഷ പ്രാപിക്കണം. അത് എൻ്റെയും നിൻ്റെയും ഉത്തരവാദിത്വമാണ്. അത് മനസ്സിലാക്കിക്കൊണ്ട് നമ്മൾ ചെയ്യണം. അതുകൊണ്ട് ഈ ദിവസങ്ങളിൽ എൻ്റെ പ്രിയപ്പെട്ട മക്കളെ, ഈ തിരിച്ചറിവുകളോടെ ഈ വചനത്തിൻ്റെ ആന്തരികമായ അർത്ഥങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യാനും, കർത്താവ് പറഞ്ഞ പോലെ അവിടെ ഇത് നിയമമാണ്. നമ്മളൊന്ന് ചോദിക്കും, ദൈവം പറഞ്ഞ കാര്യമാണ് രക്തം ചിന്തണം,
ബലിയർപ്പിക്കണം. അതിനുവേണ്ടി ദൈവം തന്നെ നമുക്ക് വേണ്ടി ബലിയർപ്പിച്ചു. അത് ദൈവത്തിൻ്റെ നിയമമാണ്. നമ്മൾ ചെയ്യേണ്ട കാര്യത്തിനുള്ളൂ. ആ ബലി യോഗ്യതയോടെ, തിരിച്ചറിവോടെ സ്വീകരിക്കുക, സ്വന്തമാക്കുക, സമർപ്പിക്കുക. ആ രക്തം നമ്മുടെ വീടിൻ്റെ കട്ടിലപ്പടിയുടെ മേൽപ്പടിമേലും ഇരുവശങ്ങളിലും തളിക്കാൻ പറഞ്ഞ പോലെ അങ്ങോട്ട് ചെയ്തേക്കാം, സ്വീകരിച്ചേക്കാം. ഇവിടെ നമുക്ക് രക്ഷയുണ്ട്, സമാധാനമുണ്ട്. നമ്മൾ അല്പസമയം ആരാധനയിലേക്ക് പ്രവേശിക്കുകയാണ്. ദിവ്യകാരുണ്യനാഥൻ നമുക്ക് വേണ്ടി ബലിയർപ്പിച്ച യേശു നമ്മുടെ കൂടെ വസിക്കുന്ന വലിയ സാന്നിധ്യമാണ്. ഈ ബലിയിൽ എല്ലാം ഉണ്ടല്ലോ. ആ തിരിച്ചറിവും ആ ബോധ്യത്തോടും കൂടി നമുക്ക് ഈ ആരാധനയിലായിരിക്കാം. കർത്താവിൻ്റെ വലിയ കരുണ സ്വന്തമാക്കാം. കർത്താവിൻ്റെ ബലിയുടെ എല്ലാ യോഗ്യതകളും ഫലങ്ങളും കൊണ്ട് നിറയപ്പെടുവാൻ ഈ ആരാധനയിൽ നമുക്കിടയാകും. ദൈവം നമ്മെല്ലാവരെയും സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ. പാപങ്ങൾ നീക്കും ദൈവത്തിൻ കുഞ്ഞാടിതാ, ഈ ഭൂവിനാ ദൈവം നൽകും ജീവന്റെ അപ്പമിതാ. ഈ ലോക പാപങ്ങൾ നീക്കും ദൈവത്തിൻ കുഞ്ഞാടിതാ, ഈ ഭൂവിനാ ദൈവം നൽകും ജീവന്റെ അപ്പമിതാ. ഓ ദിവ്യകാരുണ്യമേ, ഓ സ്നേഹവാത്സല്യമേ, ദിവ്യകാരുണ്യമായ ഈശോയെ, അങ്ങേ തിരുസന്നിധിയിലായിരിക്കുന്ന ഈ സ്വർഗീയമായ നിമിഷങ്ങളെ ഓർത്ത് ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയും. അന്യസ്ഥലത്ത് 1000 ദിവസങ്ങളേക്കാൾ അങ്ങയുടെ അങ്കണത്തിൽ ഒരു ദിവസം എത്രയോ അഭികാമ്യമാണെന്ന് സങ്കീർത്തകനോട് ചേർന്ന് ഞങ്ങളും ഏറ്റുപറയുന്നു. അങ്ങ് ഞങ്ങൾക്ക് വേണ്ടി ഭൂമിയിലേക്ക് വന്നു. അങ്ങ് ഞങ്ങൾക്ക് വേണ്ടി ബലിമൃഗമായി. അങ്ങ് ഞങ്ങൾക്ക് വേണ്ടി ജീവന്റെ അപ്പമായി. വിശുദ്ധ കുർബാനയിലൂടെ ഞങ്ങളുടെ മധ്യേ എഴുന്നള്ളി വന്നിരിക്കുന്ന യേശുവേ, പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ മനസ്സോടും പൂർണ്ണ ആത്മാവോടും പൂർണ്ണ ശക്തിയോടും കൂടെ അങ്ങയുടെ മക്കളായി ഞങ്ങൾ അങ്ങയെ ആരാധിക്കുന്നു, സ്തുതിക്കുന്നു. ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. പൂർണ്ണ ഹൃദയത്തോടെ നമുക്ക് യേശുവിങ്കിലേക്ക് നമ്മെ തന്നെ സമർപ്പിക്കാം. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ത്രിയേക ദൈവത്തിൻ്റെ ശരീരവും രക്തവും ആത്മാവും ദൈവത്വവും നിറഞ്ഞിരിക്കുന്ന ഈ വിശുദ്ധ കുർബാനയിൽ എൻ്റെ പ്രിയപ്പെട്ട ദൈവമക്കളെ നമുക്ക് നമ്മെ തന്നെ പരിപൂർണമായിട്ടും സമർപ്പിക്കാം. സ്നാപക യോഹന്നാൻ ഈശോയെ ചൂണ്ടിക്കാണിച്ചിട്ട് ശിഷ്യന്മാരോട് പറയുന്നുണ്ട്. അവൻ്റെ ശിഷ്യന്മാരോട് പറയാണ്, ഇതാ ലോകത്തിൻ്റെ പാപങ്ങൾ നീക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാട്. പ്രിയപ്പെട്ട മക്കളെ, ഇതാ ലോകത്തിൻ്റെ പാപങ്ങൾ നീക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാടായ യേശു നമ്മുടെ മധ്യേ എഴുന്നള്ളി വന്നിരിക്കുന്നു. സ്നാപക യോഹന്നാൻ ചൂണ്ടിക്കാണിച്ച യേശു ഇതാ ഇപ്പോൾ നമ്മുടെ മധ്യേ എഴുന്നള്ളി വന്നിരിക്കുകയാണ്. നമുക്ക് നമ്മെ തന്നെ കർത്താവിൻ്റെ സന്നിധിയിൽ പൂർണ്ണമായിട്ട് സമർപ്പിക്കാം. ദൈവപിതാവേ, അങ്ങയെ ഞാൻ ആരാധിക്കുന്നു.
യേശുവേ നാഥ, അങ്ങേ ഞങ്ങൾ ആരാധിക്കുന്നു. പരിശുദ്ധാത്മാവേ, ഞങ്ങൾ അങ്ങേ ആരാധിക്കുന്നു. എല്ലാം സമർപ്പിച്ചുകൊണ്ട് നമ്മയും നമ്മുടെ കുടുംബങ്ങളെയും ലോകം മുഴുവനെയും വിശുദ്ധ കുർബാനയിൽ ദിവ്യകാനസ്ഥാനത്തിലേക്ക് സമർപ്പിച്ചുകൊണ്ട് നമുക്ക് ചേർന്ന് പാടി ആരാധിച്ച് നമ്മെ തന്നെ സമർപ്പിക്കാം. ദൈവപിതാവേ, ദൈവപിതാവേ, അങ്ങയെ ഞാൻ ആരാധിക്കുന്നു, സ്തുതിക്കുന്നു. ജീവനുമെന്റെ സർവസ്വവും മുമ്പിലണച്ചു കുമ്പിടുന്നു. ജീവനുമെന്റെ സർവസ്വവും മുമ്പിലണച്ചു കുമ്പിടുന്നു. യേശുവേ നാഥ, യേശുവേ നാഥ, അങ്ങയെ ഞാൻ ആരാധിക്കുന്നു, സ്തുതിക്കുന്നു. ജീവനുമെന്റെ സർവസ്വവും എല്ലാം സമർപ്പിക്കുന്നു. മുമ്പിലണച്ചു കുമ്പിടുന്നു. പാവനാത്മാവേ, പാവനാത്മാവേ, അങ്ങയെ ഞാൻ ആരാധിക്കുന്നു, സ്തുതിക്കുന്നു. ജീവനുമെന്റെ സർവസ്വവും മുമ്പിലണച്ചു കുമ്പിടുന്നു. എല്ലാവരും ചേർന്ന് ജീവനുമെന്റെ സർവസ്വവും അങ്ങയുടെ മുമ്പിൽ സമർപ്പിക്കുന്നു. മുൻപിലണച്ചു കുമ്പിടുന്നു. ദിവ്യകാരുണീശോയെ, അങ്ങ് ഞങ്ങളുടെ പാപങ്ങൾ ഏറ്റെടുക്കുവാൻ വേണ്ടി വന്നു. ഇതാ ഈ സമയം ഈ ആരാധനയിൽ അങ്ങയുടെ മക്കളായ ഞങ്ങൾ ഞങ്ങളുടെ സകല പാപങ്ങളും, ഞങ്ങളുടെ കുടുംബത്തിൻ്റെ പാപങ്ങളും, അതിലൂടെ കടന്നു വന്ന സകല ശാപങ്ങളും അങ്ങയുടെ തിരുസന്നിധിയിലേക്ക് സമർപ്പിച്ചുകൊണ്ട് ഞങ്ങൾ ആരാധിക്കുകയാണ്. അങ്ങയുടെ തിരുസന്നിധിയിൽ പ്രാർത്ഥിക്കുകയാണ്. കർത്താവേ, അങ്ങ് ഞങ്ങൾക്ക് വേണ്ടി ചിന്തിയ തിരുരക്തം, ഞങ്ങളെ വീണ്ടെടുക്കുവാൻ വേണ്ടി അങ്ങ് ഒഴുക്കിയ തിരുരക്തം, ഞങ്ങളുടെ മുറിവ് ഉണക്കാൻ വേണ്ടി അങ്ങ് ഏറ്റ മുറിവുകൾ, അങ്ങ് ഞങ്ങളുടെ മരണത്തെ പരാജയപ്പെടുത്തുവാൻ മരിച്ച മരണം, ദിവ്യകാരുണ്യത്തിലൂടെ വിശുദ്ധ കുർബാനയിലൂടെ ഞങ്ങൾക്ക് അങ്ങ് നിറച്ചു തരുമ്പോൾ അതിൻ്റെ പൂർണ്ണതയിൽ ഈശോയെ അങ്ങയെ സ്വീകരിക്കുവാൻ, ഈ ബലി സ്വന്തമാക്കുവാൻ ആഗ്രഹിച്ചുകൊണ്ട് ഇത് അങ്ങയുടെ മക്കൾ അങ്ങയുടെ തിരുസന്നിധിയിലേക്ക് കടന്നു വരുന്നു. ഈശോയുടെ കരങ്ങളിലേക്ക്, ഈശോയുടെ തിരുസന്നിധിയിലേക്ക് എൻ്റെ പ്രിയപ്പെട്ട മക്കളെ, നമ്മെ ഓരോരുത്തരെയും, നമ്മുടെ കുടുംബങ്ങളെയും, നമ്മുടെ ജീവിതങ്ങളെയും ഈ ആരാധനയിൽ നമുക്ക് വിശ്വാസത്തോടെ സമർപ്പിക്കാം. കർത്താവിൻ്റെ വലിയ ശക്തി, കുർബാനയുടെ ശക്തി, കുരിശിൽ സംഭവിച്ച കാര്യങ്ങൾ നമ്മിലും നമ്മുടെ കുടുംബങ്ങളിലും സംഭവിക്കട്ടെ. അതിനുവേണ്ടി നമുക്ക് വലിയ ദാഹത്തോടെ ഈ ആരാധനയുടെ സ്വർഗീയമായ നിമിഷങ്ങളിൽ നമുക്ക് പ്രാർത്ഥിക്കാം. മക്കളെ, എല്ലാ പാപങ്ങളും ഈശോയ്ക്ക് സമർപ്പിച്ച്, വ്യക്തി ജീവിതത്തിൽ സംഭവിച്ചു പോയ പാപങ്ങൾ, നമ്മുടെ കുടുംബത്തിൻ്റെ പാപങ്ങൾ, നമ്മുടെ കുടുംബാംഗങ്ങളുടെ പാപങ്ങൾ, നമ്മുടെ പൂർവികരുടെ പാപങ്ങൾ, നമ്മുടെ വീടിൻ്റെ പാപങ്ങൾ, വസിക്കുന്ന മണ്ണിൻ്റെ പാപങ്ങൾ, അതുമായിട്ട് ബന്ധപ്പെട്ട ഒത്തിരിയേറെ ശാപങ്ങൾ, അടിമത്തങ്ങൾ, ബന്ധനങ്ങൾ, കടന്നു വന്ന രോഗപീഠകൾ, പല തകർച്ചകൾ, തടസ്സങ്ങൾ, യേശുവേ എല്ലാം അങ്ങ് ഏറ്റെടുക്കണമേ. പാപങ്ങൾ ഏറ്റെടുത്ത് ശാപങ്ങളെ നീക്കി
മരണത്തെ പരാജയപ്പെടുത്തി ജീവന്റെ സമൃദ്ധി കൊണ്ട് ഞങ്ങളെ നിറയ്ക്കുന്ന ദിവ്യകാരുണ്യ ഈശോയെ, ഇതാ എല്ലാം സമർപ്പിച്ചുകൊണ്ട് അങ്ങയുടെ മക്കൾ പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ വലിയ കരുണ, അങ്ങയുടെ വലിയ ബലിയുടെ ശക്തി, ബലിയില് അങ്ങ് ഞങ്ങൾക്ക് വേണ്ടി നിറവേറ്റിയ പൂർത്തീകരിച്ച രക്ഷാകരമായ പ്രവർത്തികള്, കുരിശിൽ സംഭവിച്ച കാര്യങ്ങള് ഞങ്ങളിലും ഞങ്ങളുടെ കുടുംബങ്ങളിലും ഇപ്പോൾ സംഭവിക്കട്ടെ. അതിനു വേണ്ടി കർത്താവെ എല്ലാം സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ലോകത്തിന്റെ പാപങ്ങൾ നീക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാട് യേശുവേ, അങ്ങയുടെ ബലിയുടെ എല്ലാ യോഗ്യതകളും കൊണ്ട് അങ്ങയുടെ മക്കളെ ഇപ്പോൾ നിറയ്ക്കണമേ. ഗാനത്തിന് ഈരടികളോട് ചേർന്ന് ദിവ്യഗാന സന്നദ്ധിയിൽ നമ്മെ ഓരോരുത്തരെയും സമർപ്പിച്ചുകൊണ്ട് ലോകത്തിന്റെ പാപങ്ങൾ നീക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാട്, ഞങ്ങളുടെ പാപങ്ങൾ ക്ഷമിക്കണമേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ എന്ന് വലിയ ദാഹത്തോടെ, സ്നേഹത്തോടെ, എളിമയോടെ ഈ സമയം നമുക്ക് ചേർന്ന് പാടി പ്രാർത്ഥിക്കാം. ലോകത്തിൻ പാപങ്ങൾ താങ്ങും ഈശോയെ, ദൈവത്തിൻ മേഷമേ നാഥാ, പാപം പൊറുക്കേണമേ നാഥാ, പാപം പൊറുക്കേണമേ. ലോകത്തിൻ പാപങ്ങൾ താങ്ങും ദൈവത്തിൻ മേഷമേ നാഥാ. പ്രാർത്ഥന കേൾക്കണമേ, പ്രാർത്ഥന കേൾക്കണമേ നാഥാ, പ്രാർത്ഥന കേൾക്കണമേ. ലോകത്തിൻ പാപങ്ങൾ താങ്ങും ദൈവത്തിൻ മേഷമേ നാഥാ, ഞങ്ങളിൽ കനിയണമേ നാഥാ, ഞങ്ങളിൽ കനിയണമേ. ഈശോയെ, ഞങ്ങളുള്ള സ്നേഹത്തെ പ്രതി അങ്ങ് കുരിശിൽ ജീവൻ അർപ്പിച്ചു. അങ്ങയുടെ കരുണയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ച് ഈ ബലിയുടെ യോഗ്യത നിറയപ്പെടാൻ വേണ്ടി ആഗ്രഹിച്ച് അങ്ങേ തിരുസന്നിധിയിലായിരിക്കുന്ന എല്ലാ മക്കളെയും അങ്ങയുടെ കരങ്ങളിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഈശോയെ, എല്ലാ മക്കളെയും അങ്ങ് അറിയുന്നു. ഈ മക്കളുടെ വേദനകൾ അങ്ങേക്കറിയാം, പാപങ്ങളെ അങ്ങേക്കറിയാം, രോഗങ്ങൾ അങ്ങേക്കറിയാം, ഈ മക്കൾ അനുഭവിക്കുന്ന സങ്കടങ്ങൾ അങ്ങേക്കറിയാം, ഞങ്ങളുടെ കുടുംബത്തെ അങ്ങേക്കറിയാം, പാരമ്പര്യത്തെ അങ്ങേക്കറിയാം, വീടിനെ അങ്ങേക്കറിയാം, മണ്ണിനെ അങ്ങേക്കറിയാം. അങ്ങേക്കെല്ലാം അറിയാം യേശുവേ. ഞങ്ങൾക്ക് വേണ്ടത് എന്താണെന്ന് ഞങ്ങളെക്കാൾ കൂടുതൽ അങ്ങേക്കറിയാലോ യേശുവേ. യേശുവേ, അങ്ങ് എല്ലാം അറിയുന്ന കർത്താവാണ്. അതിനാൽ തന്നെ ഞങ്ങൾക്ക് എന്താണോ വേണ്ടത്, എവിടെയാണോ മോചനം വേണ്ടത്, അതെല്ലാം അങ്ങ് ഞങ്ങൾക്ക് നൽകണം. അങ്ങ് വന്നത് ജീവൻ തരാനാ, അങ്ങ് വന്നത് പാപം ഏറ്റെടുക്കാനാ, അങ്ങ് വന്നത് ശാപം നീക്കാനാ, അങ്ങ് കുർബാനയായിട്ട് മാറിയത്, കുരിശിൽ ബലിയർപ്പിച്ചത്, ഇതൊക്കെ അങ്ങയുടെ മക്കളായി ഞങ്ങൾക്ക് തരാനാണല്ലോ യേശുവേ. ഈ സമയം വലിയ സ്നേഹത്തോടെ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു, വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുന്നു, ശരണത്തോടെ പ്രാർത്ഥിക്കുന്നു. യേശുവേ, അങ്ങല്ലാതെ ഞങ്ങൾക്ക് രക്ഷ നൽകാൻ ആരുമില്ല. അങ്ങ് ഏക രക്ഷകനാണ്. അങ്ങാണ് പാപമേറ്റെടുത്ത ഏക ദൈവം. അങ്ങാണ് ശാപം നീക്കിയ ദൈവം. അങ്ങാണ് മരണത്തെ പരാജയപ്പെടുത്താൻ വേണ്ടി മരിച്ച ദൈവം. അങ്ങാണ് സാത്താന്റെ അവകാശങ്ങളെ എന്നേക്കുമായിട്ട് നിത്യനരകത്തിലേക്ക് താഴ്ത്തിയ ദൈവം. യേശുവേ, അങ്ങ് ഞങ്ങൾക്ക് വേണ്ടി പെസഹ കുഞ്ഞാടായി, പഴയ നിയമത്തിലെ ബലിയുടെ പൂർത്തീകരണമായിട്ട് അങ്ങ് ഞങ്ങളുടെ പാപങ്ങൾ വഹിച്ചു. ഞങ്ങളുടെ പാപങ്ങൾ അങ്ങ് സ്വന്തം ശരീരത്തിൽ വഹിച്ചുകൊണ്ട് കുരിശിലേക്ക് കയറി ഞങ്ങൾക്ക് വേണ്ടി അങ്ങ് മരിച്ചു. പ്രിയപ്പെട്ട ദൈവമക്കളെ, ഈ വലിയ കരുണയിലേക്ക്, ഈ വലിയ സ്നേഹത്തിലേക്ക് നമുക്ക് നമ്മെ ഓരോരുത്തരെയും, നമ്മുടെ കുടുംബങ്ങളെയും ജീവിതങ്ങളെയും സമർപ്പിക്കാം. കർത്താവേ, അങ്ങയുടെ ശക്തി, അങ്ങയുടെ കരുണ
അങ്ങയുടെ ബലിയുടെ യോഗ്യത, അങ്ങയുടെ ബലിയിൽ സംഭവിച്ച കാര്യങ്ങൾ ഇപ്പോൾ എല്ലാ മക്കളിലും കുടുംബങ്ങളിലും സംഭവിക്കട്ടെ. ശരീരങ്ങളിൽ സംഭവിക്കട്ടെ, പാരമ്പര്യത്തില് സംഭവിക്കട്ടെ, കുടുംബാംഗങ്ങളില് സംഭവിക്കട്ടെ, വീട്ടിൽ സംഭവിക്കട്ടെ, മണ്ണിൽ സംഭവിക്കട്ടെ. അങ്ങയുടെ രക്തം, പെസഹ കുഞ്ഞാടിന്റെ രക്തം വീടുകളുടെ കട്ടിലപ്പടിയുടെ മേൽവശത്തും ഇരുവശങ്ങളിലും മുദ്രിതമാക്കപ്പെട്ടതുപോലെ, തളിക്കപ്പെട്ടതുപോലെ ഇപ്പോൾ കർത്താവേ, ഈ മക്കളായിരിക്കുന്ന വീടുകളുടെ ജീവിതങ്ങളുടെ കട്ടിലപ്പടിയുടെ മേൽ അങ്ങയുടെ രക്തം ഇപ്പോൾ തളിക്കണമേ കർത്താവേ. അങ്ങയുടെ മക്കൾ സൗഖ്യം പ്രാപിക്കട്ടെ, തിന്മയുടെ സ്വാധീനങ്ങൾ വിട്ടുമാറി പോകട്ടെ. സംഹാര താണ്ഡവമാടുന്ന ദൂതൻ ഇപ്പോൾ എല്ലാ മക്കളെയും വിട്ടുമാറി പോകട്ടെ. വിശുദ്ധ കുർബാനയുടെ ശക്തിയാൽ കർത്താവെ, കുഞ്ഞാടായ യേശുവേ, അങ്ങയുടെ രക്തത്തിന്റെ ശക്തിയാൽ അങ്ങയുടെ മക്കൾ, അങ്ങയുടെ മക്കളുടെ കുടുംബങ്ങൾ ഇപ്പോൾ വിടുതൽ പ്രാപിക്കട്ടെ, സൗഖ്യം പ്രാപിക്കട്ടെ, രക്ഷ പ്രാപിക്കട്ടെ, ജീവൻ പ്രാപിക്കട്ടെ, സംരക്ഷിക്കപ്പെടട്ടെ. സമർപ്പിച്ച് പ്രാർത്ഥിക്കും മക്കളെ. ഓരോരുത്തരും വ്യക്തിപരമായിട്ട് നിങ്ങളുടെ അവസ്ഥകളെയും കുടുംബങ്ങളെയും കേട്ട വചനങ്ങൾക്കനുസരിച്ച് യേശുവിന്റെ തിരുസന്നിധിയിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കും. യേശുവേ, ദിവ്യകാരുണ്യ യേശുവേ, അങ്ങയുടെ മക്കൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. ഇപ്പോൾ അങ്ങയുടെ തിരുസന്നിധിയിലായിരിക്കുന്ന എല്ലാ മക്കളെയും അനുഗ്രഹിക്കണമേ. ഈ മക്കളുടെ ജീവിതത്തിൽ അങ്ങ് ഇടപെടണമേ കർത്താവേ. അങ്ങയുടെ ജീവന്റെ സമൃദ്ധി കൊണ്ട് എല്ലാ മക്കളെയും നിറയ്ക്കണമേ. സമർപ്പിച്ച് ആഗ്രഹിച്ച് പ്രാർത്ഥിക്കും മക്കളെ, സമർപ്പിച്ച് ആഗ്രഹിച്ച് പ്രാർത്ഥിക്കേ. കർത്താവേ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. നിന്റെ വേദനകളെല്ലാം സമർപ്പിച്ചു. കർത്താവിന്റെ കുഞ്ഞാടിന്റെ ബലിയുടെ ശക്തി നിറയപ്പെടണമെന്ന് ഏതെല്ലാം മേഖലകൾക്ക് വേണ്ടി നിനക്ക് ഇപ്പോൾ തോന്നുന്നുണ്ടോ, ഈ കേട്ട വചനങ്ങൾക്കനുസരിച്ചും നിന്റെ ജീവിതത്തിന്റെ ഏതെല്ലാം മേഖലകളിൽ ഈ കുഞ്ഞാടിന്റെ രക്തത്തിന്റെ ശക്തിയും ബലിയുടെ യോഗ്യതയും നിറയപ്പെടണമെന്ന് നീ ആഗ്രഹിക്കുന്നുണ്ടോ, ആ മേഖലകളിലൊക്കെ എൻ്റെ പ്രിയപ്പെട്ട കുഞ്ഞ് നീ സമർപ്പിച്ച് പ്രാർത്ഥിച്ചോ. ഈ സമയം കുരിശുമരണത്തിന്റെ ശക്തി, തിരുരക്തത്തിന്റെ ശക്തി നിന്നിലേക്കും നിന്റെ കുടുംബത്തിലേക്കും ഒഴുകിയെത്തും. എല്ലാ മക്കളും ദാഹത്തോടെ പ്രാർത്ഥിക്കാം. നീ വന്നു ശാന്തിയേകോ, നീ വന്നു സൗഖ്യമേകോ, നീ വന്നു ജീവനേകോ, ഞങ്ങളിൽ വാസമാകൂ. ദാഹത്തോടെ പ്രാർത്ഥിച്ച മക്കളെ, നീ വന്നു ശാന്തിയേകോ, നീ വന്നു സൗഖ്യമേകോ, കർത്താവേ, നീ വന്നു ജീവനേകൂ, നീ വന്നു ജീവനേകൂ, ഞങ്ങളിൽ വാസമാകൂ. ഞങ്ങൾക്ക് വേണ്ടി കുരിശിൽ മരിച്ച യേശുവേ, ഞങ്ങൾക്ക് വേണ്ടി രക്തം ചിന്തിയ യേശുവേ, ഞങ്ങൾക്ക് വേണ്ടി പരിഹാര ബലിമൃഗമായ യേശുവേ, അങ്ങ് ഞങ്ങളുടെ സകല പാപങ്ങളും ഏറ്റെടുത്ത് അങ്ങയുടെ പരിശുദ്ധ രക്തം പരിഹാരത്തിന് വേണ്ടി ചിന്തി ഞങ്ങളെ വീണ്ടെടുത്ത് ഞങ്ങളെ, ഞങ്ങളുടെ കുടുംബങ്ങളെയും ജീവിതങ്ങളെയും അനുഗ്രഹിച്ച് വീണ്ടെടുത്ത് സ്വന്തമാക്കണമേ എന്ന് വലിയ ദാഹത്തോടെ അങ്ങയുടെ മക്കൾ പ്രാർത്ഥിക്കുന്നു. എല്ലാ മക്കളും വ്യക്തിപരമായ നിയോഗങ്ങളും പ്രാർത്ഥനകളും ഈശോയുടെ തിരുസന്നിധിയിലേക്ക് സമർപ്പിക്കാം. ഹൃദയം നുറുങ്ങി പ്രാർത്ഥിക്കുന്നവർക്ക് കർത്താവ് സമീപസ്ഥനാണ് മക്കളെ. മനമൊരുകിയവരെ കർത്താവ് ഒരിക്കലും തിരസ്കരിക്കുകയില്ല. വിളിച്ചു പ്രാർത്ഥിച്ച ഒരുവനും സങ്കടത്തോടും നിരാശയോടും കൂടി ഈ കർത്തൃസന്നിധിയിൽ നിന്ന് തിരിച്ചു പോകേണ്ടി വരത്തില്ല. വിശ്വാസത്തോടു കൂടി ഈ സമയം പ്രാർത്ഥിക്കും. ഈശോ നമ്മെ ഇപ്പോൾ ആശീർവദിക്കാൻ പോവുകയാണ്. കർത്താവിൻ്റെ ദിവ്യകാരുണ്യത്തിൻ്റെ സമൃദ്ധി കൊണ്ട് നിറച്ച് ഈശോ നമ്മെ ആശീർവദിക്കുന്ന ഈ സമയത്ത് എൻ്റെ പ്രിയപ്പെട്ട കുഞ്ഞ്, നീ ആയിരിക്കുന്ന അവസ്ഥയിൽ, നീ ആയിരിക്കുന്ന ഇടങ്ങളിൽ നിന്റെ വേദനകള്, ദുഃഖഭാരങ്ങള്, സങ്കടങ്ങള്, തകർച്ചകള്, പ്രതിസന്ധികള്, പ്രതികൂലങ്ങള്, മാറാ രോഗത്തിന്റെ പീഡകള് എന്തുമാകട്ടെ, ഈ കർത്താവിങ്കിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കും. പാപത്തിന്റെ, ശാപത്തിന്റെ, മരണത്തിന്റെ, സാത്താന്റെ ഏതെങ്കിലും പിടികളുണ്ടെങ്കിൽ ഇതാ ലോകത്തിന്റെ പാപങ്ങൾ നീക്കി ഇതിൽ നിന്നെല്ലാം മോചനം നൽകി നമ്മെ രക്ഷിക്കുന്ന കുഞ്ഞാട്, അറക്കപ്പെട്ട കുഞ്ഞാട് ഇതാ
ജീവൻ നൽകി, അനുഗ്രഹം നൽകി, സൗഖ്യം നൽകി നമ്മെ അനുഗ്രഹിക്കുകയാണ്, ആശീർവദിക്കുകയാണ്. ആ ഗാനത്തിന് ഈരടികൾ ചേർന്ന് പാടിക്കൊണ്ട് നീ വന്ന് ശാന്തിയേകൂ, നീ വന്ന് സൗഖ്യമേകൂ, നീ വന്ന് ജീവനേകൂ, ഞങ്ങളിൽ വാസമാകും. ഈ ആശീർവാദ സമയത്ത് ഈശോ നിന്നിലും നിന്റെ കുടുംബത്തിലും ജീവിതത്തിലും വന്ന് വാസമുറപ്പിക്കാൻ, വാസമാകാൻ ആഗ്രഹിച്ച് പ്രാർത്ഥിച്ചുകൊണ്ട് ആ പാട്ട് പാടുമ്പോൾ തന്നെ, പാടിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ യേശു നമ്മെ അനുഗ്രഹിച്ച് ആശീർവദിച്ച് നമ്മിലേക്കും നമ്മുടെ ജീവിതത്തിലേക്കും കുടുംബത്തിലേക്കും ഇറങ്ങി വന്ന് എഴുന്നള്ളി വന്ന് നമ്മിൽ വസിക്കുന്നു, നമ്മെ സുഖപ്പെടുത്തുന്നു, നമുക്ക് ജീവൻ തരുന്നു. ചേർന്ന് പാടി നമുക്ക് ഈശോയുടെ ആശീർവാദം സ്വീകരിക്കാം. നീ വന്നു ശാന്തിയേകൂ, നീ വന്നു സൗഖ്യമേകൂ, നീ വന്നു ജീവനേകൂ, ഞങ്ങളിൽ വാസമാകൂ. നീ വന്നു ശാന്തിയേകൂ, നീ വന്നു സൗഖ്യമേകൂ, നീ വന്നു ജീവനേകൂ, ഞങ്ങളിൽ വാസമാകൂ. നീ വന്നു ശാന്തിയേകൂ, നീ വന്നു സൗഖ്യമേകൂ, നീ വന്നു ജീവനേകൂ, ഞങ്ങളിൽ വാസമാകൂ. നീ വന്നു ശാന്തിയേകൂ, നീ വന്നു സൗഖ്യമേകൂ, നീ വന്നു ജീവനേകൂ, ഞങ്ങളിൽ വാസമാകൂ. പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നിത്യസ്തുതിക്ക് യോഗ്യമായ പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യ ഈശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ.